പടവെട്ടിയിട്ടും പൊരുതിയിട്ടുമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ നമുക്കറിയാം. മഹാത്മാഗാന്ധിയോട് ഒന്നു ചേർന്ന് തോളോട് തോള് ചേർന്ന് ഒരേ പായയിൽ കിടന്ന് സുബഹിയുടെ സമയമാകുമ്പോ മഹാത്മാഗാന്ധി എഴുന്നേറ്റ് രാമനാമം ജപിക്കുമ്പോ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ വുളൂ ചെയ്ത് തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകും. ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഓരോ വിരിപ്പിൽ കിടന്ന് ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ചിട്ട് എങ്ങനെയായിരിക്കണം എന്റെ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായി ജീവിതത്തിലൂടെ കാണിച്ചു തന്നു മഹാനായ മഹാത്മാഗാന്ധി. ഈ രാജ്യത്ത് മഹാനായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഏറ്റവും പ്രൗഢമായ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ത്യ മുസ്ലിങ്ങളുടേതല്ല, ഇന്ത്യ ഹിന്ദുക്കളുടേതല്ല, ഇന്ത്യ ക്രിസ്ത്യാനികളുടേതല്ല, ഇന്ത്യ ഏതെങ്കിലും ഒരു മതക്കാരൻ്റെതല്ല, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. പടവെട്ടിയിട്ടും പൊരുതിയിട്ടുമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തത്. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ നമുക്കറിയാം. മഹാത്മാഗാന്ധിയോട് ഒന്നു ചേർന്ന് തോളോട് തോള് ചേർന്ന് ഒരേ പായയിൽ കിടന്ന് സുബഹിയുടെ സമയമാകുമ്പോ മഹാത്മാഗാന്ധി എഴുന്നേറ്റ് രാമനാമം ജപിക്കുമ്പോ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ വുളൂ ചെയ്ത് തൊട്ടടുത്ത പള്ളിയിലേക്ക് പോകും. ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഓരോ വിരിപ്പിൽ കിടന്ന് ഈ രാജ്യത്തിന് വേണ്ടി പോരടിച്ചിട്ട് എങ്ങനെയായിരിക്കണം എന്റെ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായി ജീവിതത്തിലൂടെ കാണിച്ചു തന്നു മഹാനായ മഹാത്മാഗാന്ധി. ഈ രാജ്യത്ത് മഹാനായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഏറ്റവും പ്രൗഢമായ ഒരു പ്രഖ്യാപനമുണ്ട്. ഇന്ത്യ മുസ്ലിങ്ങളുടേതല്ല, ഇന്ത്യ ഹിന്ദുക്കളുടേതല്ല, ഇന്ത്യ ക്രിസ്ത്യാനികളുടേതല്ല, ഇന്ത്യ ഏതെങ്കിലും ഒരു മതക്കാരൻ്റെതല്ല, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്.